ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രതിമ കണ്ട നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരും ഞെട്ടി. എങ്ങനെ ഞെട്ടാതിരിക്കും? ഇങ്ങനെ ഒരു ഗാന്ധിജിയെ ലോകം കണ്ടിട്ടുണ്ടാകില്ല. കണ്ണടയും ഊന്നുവടിയും ഒഴിച്ചാൽ ഗാന്ധിജിയുടെ ഒരു രൂപസാദൃശ്യവുമില്ല. കണ്ണടയും വടിയും ഉണ്ടായാൽ ഗാന്ധിജിയാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല. ഇത്രയൊക്കെയാണെങ്കിലും ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ദിവ്യ എസ് അയ്യർ IAS ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജിയെ അപമാനിച്ചെന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംഭവം വലിയ ട്രോളായി മാറിയിരിക്കുകയാണ്. പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് ശില്പിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് താൻ ഇതിൽ ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മറുപടി ലഭിച്ചതെന്ന് നഗരസഭയുടെ വിശദീകരണം. ഗാന്ധിജിയെ അപമാനിക്കാൻ ഒരു നീക്കവും നടന്നിട്ടില്ലെന്നാണ് നഗരസഭാ ചെയർമാനും പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊരു ഗാന്ധിജിയെ വേറെ എവിടെയും കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.